അയോധ്യയിലെ രാമക്ഷേത്ര കൊള്ള ബി.ജെ.പിയുടെയും സംഘപരിവാറിൻ്റെയും ഒക്കെ അടിത്തറ ഇളക്കാൻ പോകുന്ന ഒന്നാണ് എന്നുള്ളത് ഞാൻ ഈ ചാനലിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അതുപോലെ ക്രൈമിലൊക്കെ കൊടുത്തിട്ടുള്ള പല ഇൻ്റർവ്യൂകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിപ്പോൾ ഒരു അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അതിൻ്റെ പ്രമുഖരായിട്ടുള്ള ആളുകളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ചില ചെറിയ ആളുകളെ മാത്രം പെടുത്തിക്കൊണ്ട് യഥാർത്ഥത്തിൽ ഒന്നാം പ്രതിയാണ് എന്നുള്ള നിലയ്ക്ക് ഒരു കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. ആ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് അവിനാഷ് ശുക്ല ഒന്നാം പ്രതിയായിട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത്. അതിൽ അവിനാഷ് ശുക്ലയുടെ വീട്ടിൽ നിന്ന് 20 ലക്ഷം രൂപ പിടിച്ചെടുത്തു. അതുപോലെ സ്വർണവും വെള്ളിയും ഒക്കെ പിടിച്ചെടുത്തു. അതുകൊണ്ട് കൂടുതൽ പണം പിടിച്ചത് അദ്ദേഹത്തിൻ്റേതായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നാം പ്രതിയാക്കിയിട്ടുള്ളത്. ഒരു ഓട്ടോറിക്ഷക്കാരനായിട്ടുള്ള ടിന്നു യാദവിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അദ്ദേഹം 50 കോടി രൂപയുടെ അസറ്റ് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അദ്ദേഹത്തെയും ഒക്കെ ഇതിൽ പ്രതികളാക്കിയിട്ടുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. ഇതിൽ തന്നെ ഇവരൊക്കെ എത്രമാത്രം രാമഭക്തരായിരുന്നു എന്നറിയാനായിട്ട് ഞാൻ ചില ഉദാഹരണങ്ങൾ കൂടി പറയാം. ഈ അവിനാഷ് ശുക്ല അദ്ദേഹം 19 ലക്ഷം രൂപ മുടക്കി സ്വന്തം സുഹൃത്തുക്കൾക്കും ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരു പാർട്ടി നടത്തിയിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. എന്തോരം കാശ് ആവശ്യമില്ലാതെ കിട്ടിയിട്ടായിരിക്കും ഇത്തരത്തിലുള്ള വേഷം കെട്ടുകൾ കാണിക്കാൻ തോന്നുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇനി ഇത് കൂടാതെ ഇദ്ദേഹം ഈ അവിനാഷ് ശുക്ല എന്ന് പറയുന്ന മഹാൻ അദ്ദേഹം ഗേൾ ഫ്രണ്ടിന് ഒരു ഐഫോണാണ് ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളത്. കൂടാതെ ആ ഗേൾ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടിലേക്ക് 2.5 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തും കൊടുത്തിട്ടുണ്ട്. കേവലം ഒരു 20,000 രൂപ 22,000 രൂപ മാക്സിമം ശമ്പളം കിട്ടുന്ന ജോലിയിലാണ് ഇദ്ദേഹം വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് പ്രിയപ്പെട്ട നിങ്ങളെല്ലാവരും ആലോചിക്കണം. അതുകൂടാതെ ഇദ്ദേഹത്തിൻ്റെ ഒരു സഹോദരനെയാണെന്നാണ് നമ്മുടെ തോന്നൽ. അവർ വെഡ്ഡിങ്ങിന് വേണ്ടിയിട്ട് 6 ലക്ഷം രൂപ പൊടി പൊടിച്ച് അതിഗംഭീരമായിട്ടുള്ള ഒരു വെഡ്ഡിങ് നടത്തിയിരുന്നു എന്നുള്ളത് അറിയണം. അതുപോലെ രണ്ടാമത്തെ സഹോദരന് വേണ്ടിയിട്ട് 5 ലക്ഷം രൂപയും കൂടി കൊടുത്തിരുന്നു എന്നുള്ളതാണ്. കൂടാതെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും 1000-ഓളം ഡോളറുകളും പിടിച്ചെടുക്കപ്പെട്ടവരിലുണ്ട്. പിന്നെ ഒരു 3 ലക്ഷം രൂപയുടെ കാർ. അതൊക്കെ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇദ്ദേഹത്തിൻ്റെ സഹോദരനായിട്ടുള്ള അഭിഷേക് ശുക്ലക്ക് മറ്റ് ചില കാര്യങ്ങൾ കൂടി ചെയ്തു കൊടുത്തിട്ടുണ്ട് ബിസിനസ്സിലേക്ക് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നൊരു കാര്യം. അപ്പോഴും നിങ്ങൾ അറിയേണ്ടത് ഇതിൽ ചമ്പത് റായ് എന്ന് പറയുന്ന ചമ്പൽ കൊള്ളക്കാരനായിട്ടുള്ള അദ്ദേഹത്തെക്കുറിച്ച് ഇതിനകത്ത് പരാമർശമില്ല. ഇതിൽ കൂടുതൽ തെളിവുകളൊക്കെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കാരണം അവിടെയുള്ള ചില ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അമ്പലത്തിലെ ജീവനക്കാർ തന്നെ ഇത്തരത്തിൽ വലിയ കളവ് നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മുടെ ചമ്പത് റായിയെ അറിയിക്കുകയും അദ്ദേഹം ഇതിലൊന്നും വലിയ താല്പര്യം എടുക്കാതിരിക്കുകയും ചെയ്തു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ നിങ്ങളൊക്കെ വിട്ടുപോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനൊരു ചെറിയ വാർത്ത കൂടി നിങ്ങളെ കാണിക്കാം. ഇത് മനോരമയിൽ വന്നിട്ടുള്ള വാർത്തയാണ്. അതുകൊണ്ട് ആർക്കും കിട്ടാത്തൊരു വാർത്തയോ പുതുമയുള്ള വാർത്തയോ ഒന്നുമല്ല. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യം, അതിൽ സന്തോഷ് ദുബെ എന്ന് പറയുന്ന ഒരാളുടെ ഇൻ്റർവ്യൂ കൂടി കൊടുത്തിട്ടുണ്ട്. ആ സന്തോഷ് ദുബെ എന്ന് പറയുന്ന ഒരാൾ രാമജന്മഭൂമി പ്രക്ഷോഭകാലത്ത് എൽ.കെ. അദ്വാനിക്കൊപ്പം പ്രവർത്തിച്ചിരുന്നയാളാണ്. കർസേവകനായിരുന്ന സന്തോഷ് ദുബെ. അയോധ്യയിലെ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ദുഃഖകരമാണെന്ന് ദുബെ പറയുന്നു. സംഭാവന കൊള്ള സംബന്ധിച്ച വിവാദത്തെക്കുറിച്ച് അദ്ദേഹം മലയാള മനോരമയോട് സംസാരിക്കുന്നു. ഇനി അദ്ദേഹം പറയുന്നത് രാമക്ഷേത്ര ട്രസ്റ്റിൽ വിശ്വാസമില്ലെന്നാണോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് പ്രസിഡന്റ് മഹദ് നൃത്യ ഗോപാൽ ദാസും സ്വാമി പരമാനന്ദഗിരിയും ഒഴികെ ട്രസ്റ്റിലെ മറ്റാരിലും വിശ്വാസമില്ല. അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണത്തിന് പ്രത്യേകം ശ്രദ്ധിക്കണം, അയോധ്യയിലെ ക്ഷേത്ര നിർമ്മാണത്തിന് 40% കമ്മീഷൻ പറ്റിയവരാണ് ട്രഷറർ ഗോവിന്ദ് ദേവഗിരി. അയാൾ ഇപ്പോഴും ട്രസ്റ്റിൽ തുടരുകയാണ് എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ട്രസ്റ്റിൻ്റെ ട്രഷററായിട്ടുള്ള ഗോവിന്ദ് ദേവഗിരി ഈ പണിയുടെ എല്ലാ ഘട്ടങ്ങളിലും അതിൻ്റെ 40% കമ്മീഷൻ അടിച്ചു മാറ്റിയതാണ് എന്നുള്ളതാണ് പറയുന്നത്. ട്രസ്റ്റ് രൂപീകരിച്ചപ്പോൾ തന്നെ ഇതെല്ലാം പ്രതീക്ഷിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ അതൊന്നും ഇപ്പോൾ തുടങ്ങുന്നതല്ല എന്നുള്ളത് ചുരുക്കം. 4 ശങ്കരാചാര്യന്മാരും കർസേവകരുടെ പ്രതിനിധികളും ഉൾപ്പെടുന്ന ഭരണ സംവിധാനമായിരുന്നു വേണ്ടത്. ഇത് നമ്മളാരും പറയുന്നതല്ല കേട്ടോ. കർസേവകനായിരുന്ന എൽ.കെ. അദ്വാനിയുടെ ഇപ്പോൾ പ്രവർത്തിച്ചിരുന്ന ഈ ബാബറി മസ്ജിദ് പൊളിച്ച് അയോധ്യ രാമക്ഷേത്രം നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന സന്തോഷ് ദുബെ തന്നെ പറയുന്ന വാക്കുകളാണ്. ശങ്കരാചാര്യന്മാരും കർസേവകരുടെ പ്രതിനിധികളും ഉൾപ്പെടുന്ന ഭരണ സംവിധാനമായിരുന്നു വേണ്ടത്. ക്ഷേത്ര മാതൃക കാണിച്ച് ലോകം മുഴുവൻ നിന്ന് സംഭാവന സ്വീകരിച്ചു. സ്വർണവും വെള്ളിയും ഉൾപ്പെടെ വിലപിടിപ്പുള്ള വസ്തുക്കളും സമാഹരിച്ചു. ഒന്നിനും കൃത്യമായ കണക്കുണ്ടായിരുന്നില്ല. ശ്രദ്ധിക്കണം, ഒന്നിനും കൃത്യമായ കണക്കുണ്ടായിരുന്നില്ല. ക്ഷേത്രം പൂർത്തിയാക്കിയ ശേഷവും കൊള്ള തുടർന്നു എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിൻ്റെ പിരിവ് ചെയ്തപ്പോൾ മുതൽ കൊള്ളയുണ്ടായിരുന്നു. ക്ഷേത്രം പൂർത്തിയാക്കിയതിന് ശേഷവും അത് തുടർന്നു എന്നാണ് നമ്മുടെ സന്തോഷ് ദുബെ പറയുന്നത്. അടുത്ത ചോദ്യം മനോരമയുടേത്, കുറ്റം ചെയ്തവർ പിടിക്കപ്പെടില്ലേ എന്നാണ് മനോരമ ചോദിക്കുന്നത്. ഉടനെ തന്നെ അദ്ദേഹം പറയുന്നൊരു കാര്യം, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിരുന്ന യോഗി ആദിത്യനാഥ് തെറ്റ് ചെയ്യുമെന്ന് കരുതുന്നില്ല. എന്നാൽ സംസ്ഥാന സർക്കാർ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിൽ വിശ്വാസമില്ല. കാരണം അതിൻ്റെ നിയന്ത്രണം നാഗ്പൂർ വഴി ഡൽഹിയിൽ നിന്ന് തന്നെയാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നാഗ്പൂരിലും അപ്പോൾ ഡൽഹിയിലും വിശ്വാസമില്ല എന്നുള്ളത് വേണം നമ്മൾ മനസ്സിലാക്കാൻ. നാഗ്പൂർ വഴി ഡൽഹിയിൽ നിന്നുള്ള സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റർ നിയന്ത്രണമുള്ള
സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം സത്യം ഒരിക്കലും പുറത്തു കൊണ്ടുവരില്ല എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത്. സംഭാവനക്കൊള്ളക്കെതിരെ നൽകിയ പരാതി എന്തായെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇദ്ദേഹം ആദ്യം പരാതി കൊടുത്തവരിൽ ഒരാളാണ്. അപ്പോൾ അതിൽ അദ്ദേഹം പറയുന്നത്, ചമ്പത്ത് റായ്, അനിൽ മിശ്ര, ഗോപാൽ റാവു, ജീവനക്കാരൻ രാംശങ്കർ യാദവാണ് നമ്മുടെ ടിന്നു യാദവ് എന്നിവർക്കെതിരെയാണ് ഞാൻ പരാതി നൽകിയത്. FIR രജിസ്റ്റർ ചെയ്തതായി അറിയില്ല. ആരെയും വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. കേസെടുക്കുന്നില്ലെങ്കിൽ കോടതിയെ സമീപിക്കും. ഇതൊരു സാധാരണ കൊള്ളയല്ല. ഭഗവാന്റെ സ്വത്താണ് കവർന്നിരിക്കുന്നത്. ഈ കൊള്ളക്കാരെയൊക്കെ എല്ലാം പുറത്താക്കുന്നതുവരെ പോരാട്ടം തുടരും. ആരെയും ഭയമില്ല എന്നുള്ളതാണ്. ഇതാണ് ഒരു വാർത്ത എന്ന് പറയുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു ചെറിയ വാർത്ത കൂടി കൊടുത്തിട്ടുണ്ട്. അതുകൂടി വായിച്ചാൽ ഇതിൻ്റെ തമാശ മനസ്സിലാവും. ആരോപണങ്ങൾക്ക് മറുപടി ഉടൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഉടൻ റിലീസ് ഉണ്ടാവും, നിങ്ങളാരും വിഷമിക്കേണ്ട എന്നുള്ളതാണ് ചമ്പത്ത് റായ് പറഞ്ഞേക്കുന്നത്. 45 വർഷത്തെ പൊതുജീവിതം തുറന്ന പുസ്തകമാണെന്നും തനിക്കെതിരെ ഉന്നയിച്ച എല്ലാ ആരോപണങ്ങൾക്കും മറുപടി നൽകുമെന്നും ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ട്രസ്റ്റ് മുൻ ജനറൽ സെക്രട്ടറി ചമ്പത്ത് റായ് സ്വന്തം കൈപ്പടയിൽ എഴുതിയ കത്ത് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്താണ് ചമ്പത്ത് റായ് നിലപാടറിയിച്ചത്. കഴിഞ്ഞ ദിവസം ചേർന്ന ട്രസ്റ്റ് യോഗം ചമ്പത്ത് റായിയുടെയും അനിൽ മിശ്രയുടെയും രാജി സ്വീകരിച്ചിരുന്നു. രാജിക്കത്ത് നൽകിയ ശേഷം ആദ്യമായാണ് ചമ്പത്ത് റായ് പ്രതികരിക്കുന്നത്. സംഭാവനകൾ എണ്ണുന്നതിൽ മോഷണക്കുറ്റം ആരോപിക്കപ്പെട്ടെങ്കിലും SIT റിപ്പോർട്ട് വരുന്നതുവരെ മൗനം പാലിക്കുകയാണ്. അതിനുശേഷം എല്ലാ ആരോപണങ്ങൾക്കും വസ്തുതാപരമായി മറുപടി പറയുമെന്നും അദ്ദേഹം കത്തിലെഴുതി. ട്രസ്റ്റിൽ നിന്നുള്ള രാജി സ്വീകരിച്ചെങ്കിലും വിശ്വഹിന്ദു പരിഷത്തിൻ്റെ രാജ്യാന്തര ഇൻ്റർനാഷണൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് ചമ്പത്ത് റായ് തുടരുമെന്ന് VHP പ്രസിഡന്റ് അലോക് കുമാർ പറഞ്ഞു. അയോധ്യയിൽ സംഭാവനയായും കാണിക്കയായും ഇതുവരെ ലഭിച്ചത് 3264 കോടി രൂപയാണെന്നും ട്രഷറർ ഗോവിന്ദ് ദേവഗിരി പറഞ്ഞു. ഇതിൽ 2370 കോടി രൂപ ക്ഷേത്ര നിർമ്മാണത്തിനും ചെലവിനുമായി വിനിയോഗിച്ചു. ഈ ക്ഷേത്ര നിർമ്മാണത്തിനും ചെലവിനുമായി ഉപയോഗിച്ചതിന് 40% അടിച്ചു മാറ്റി എന്നാണ് പറയുന്നത്. നമ്മുടെ സന്തോഷ് ദുബെ പറയുന്നത്. അങ്ങനെ 40% അടിച്ചു മാറ്റിയെങ്കിൽ 2370 കോടി രൂപയിൽ 1000 കോടി രൂപ പുള്ളി അടിച്ചു മാറ്റിയിട്ടുണ്ടാവും. 40% വെച്ച് കണക്കൂട്ടിയാൽ എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് ആലോചിക്കണം. തുടക്കം മുതൽ 2026 മാർച്ച് 31 വരെ വഴിപാടുകൾ വഴി 582 കോടി രൂപ ലഭിച്ചു. അതിൽ 391 കോടി രൂപ പ്രവർത്തന ചെലവുകൾക്കായി വിനിയോഗിച്ചു. ബാക്കി തുക ബാങ്ക് അക്കൗണ്ടുകളിലുണ്ടെന്നും ട്രഷറർ അറിയിച്ചു. ഈ ട്രഷററെക്കുറിച്ചാണ് വലിയ കളവാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് നമ്മുടെ സന്തോഷ് ദുബെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളത്. ട്രസ്റ്റ് രൂപീകരിച്ച ശേഷം ആദ്യമായി അയോധ്യ ക്ഷേത്രത്തിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറെ നിയോഗിക്കാൻ ധാരണയായി. COയെ കണ്ടെത്താനുള്ള സമിതി അംഗങ്ങളെയും നിശ്ചയിച്ചു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഈ ചമ്പത്ത് റായ് VHPയുടെ ഇൻ്റർനാഷണൽ വെറും ഇന്ത്യനെ പോലുമല്ല ഇൻ്റർനാഷണൽ വൈസ് പ്രസിഡൻ്റായി തുടരുകയാണ് ചമ്പത്ത് റായ് എന്നുള്ളത് നിങ്ങൾ മറന്നു പോരുത്. കൂടാതെ ഇതിൽ ഏറ്റവും വലിയ കള്ളൻ എന്ന് പറഞ്ഞ് ഈ ട്രഷററാണ് പറയുന്നത് ഇവിടെ COയെ നിയമിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു സമിതി രൂപീകരിച്ചിട്ടുണ്ട് എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ RSSനകത്തും സംഘപരിവാറിനകത്തുമുള്ള സാധാരണക്കാരായ വിശ്വാസികൾക്ക് പോലും സാധാരണക്കാരായ ആളുകൾക്ക് പോലും കാര്യം പിടികിട്ടിയിരുന്നു. ഇവർക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. വെറുതെ ആളുകളുടെ കളവ് നടത്താനും മുതലടിച്ചു മാറ്റാനും വേണ്ടിയിട്ടാണ് ഈ പറയുന്ന വിശ്വാസവും അവർക്ക് അധികാരത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ജയ് ശ്രീരാം വിളികളുമൊക്കെ മുഴക്കുന്നത് എന്നുള്ളത് ഏതാണ്ട് ആളുകൾക്ക് വ്യക്തമായിട്ടിരിക്കുന്നു. കൂടാതെ ഇവരുടെ വാഴ നനയുന്നത് പോലെ ചീര നനയുകയാണ് അവിനാഷ് ശുക്ലയൊക്കെ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം കാശ് പെട്ടെന്നൊക്കെ ആയപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. കാരണം തൻ്റെ ലവറിന് തൻ്റെ ഗേൾഫ്രണ്ടിന് യഥാർത്ഥത്തിൽ ഒരു ഐഫോണും അതുപോലെ 2.5 ലക്ഷം രൂപയും ഒക്കെ സിമ്പിളായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ കൊടുക്കുന്ന ലെവലിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു എന്നുള്ളതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെയൊക്കെ മാത്രം പ്രതികളാക്കിക്കൊണ്ട് ഈ കേസ് എങ്ങനെയാണ് അവസാനിപ്പിക്കുക? ഇവരെല്ലാവരും വിചാരിച്ചാൽ മാത്രം ഇത്തരത്തിലുള്ള സിസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ലൂട്ടിംഗ് അവിടെ നടത്താൻ കഴിയുമോ എന്നുള്ള സംശയം അനുദിനം ശക്തി ആർജിച്ചുകൊണ്ടിരിക്കുകയാണ്.